എല്ലാവർക്കും എൻ്റെ ചെറിയ വലിയ നമസ്കാരം. അഭിവന്യ പിതാവ്, ബഹുമാന അധ്യക്ഷ ലില്ലി സിസ്റ്റർ, പ്രിയപ്പെട്ട ആന്റണിയച്ഛൻ, MLA ജോസാദ്, അനുഗ്രഹീത കലാകാരി ചിഞ്ചുറാണി, സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ സിസ്റ്റർ ടിൻസി, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ, കൊച്ചുകൂട്ടുകാരെ, എല്ലാവർക്കും AKM പബ്ലിക് സ്കൂൾ ചങ്ങനാശ്ശേരിയുടെ സുവർണ ജൂബിലി ആഘോഷത്തിൻ്റെ ആശംസകൾ അറിയിക്കാം. സുവർണ ജൂബിലിക്ക് കൈയടി പോരാ, ഞാനിവിടെ ആദ്യം ഇരുന്നപ്പോൾ തന്നെ മനോഹരമായ ഒരു ഓപ്പണിംഗ് ഡാൻസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കലാപരിപാടികളുണ്ടായിരുന്നു. ആ പ്രോഗ്രാമൊക്കെ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഈ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ പിന്നണിയിലുള്ള എന്തായാലും ഒരു സംവിധായകനോ സംവിധായികയോ ഉണ്ടാവും. സിനിമാ ഭാഷയിൽ പറഞ്ഞ ആ സംവിധായകയും പ്രത്യേകിച്ച് ഒരു ഗ്രൂപ്പാണ്, ഒരു കൂട്ടം ടീച്ചേഴ്സിൻ്റെ അഹോരാത്രമുള്ള പ്രയത്നമാണ് ഈ ഒരു പരിപാടി. അവരെ എല്ലാവരെയും ഞാൻ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുന്നു. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കുറേ നാൾ കൂടിയാണ് ആലഞ്ചേരി പിതാവിനെ കാണാൻ പറ്റിയത്. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളിങ്ങനെ വേദികളിൽ കണ്ടുമുട്ടുന്നുണ്ട്. ഒപ്പം മിക്കവാറും പ്രോഗ്രാമുകൾക്ക് പോകുമ്പോൾ എയർപോർട്ടിലൊക്കെ പിതാവിനെ കാണുമ്പോൾ ഒരു കൈയൊക്കെ പിടിച്ച് കുലുക്കി ഒരു അനുഗ്രഹമൊക്കെ കിട്ടിയാണ് സ്റ്റേജ് പരിപാടികൾക്കൊക്കെ പോകാനുള്ള ഭാഗ്യം ഇടയ്ക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. കൂടുതൽ സംസാരിക്കുമ്പോൾ ആദ്യം ഞാൻ ഓർക്കുന്നത്, ഞാൻ ആദ്യമായി ആനുവൽ ഡേക്ക് എൻ്റെ കലാപരിപാടിക്കായിട്ട് ആദ്യം കയറി നിന്നതാണ്. സ്കൂളിൽ എണ്ണം തയ്ക്കാൻ വേണ്ടി എന്നെ കൊണ്ടിരുത്തിയതാണ്. 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എൻ്റെ സ്കൂളിലെ ആദ്യത്തെ ആനുവൽ ഡേ. CMS ചാലുമുണ്ട്. അജയനും എന്തെങ്കിലും ചെയ്യണമെന്ന് നിർബന്ധമായിരുന്നു ടീച്ചേഴ്സ്. അന്നത്തെ ആ 4 അധ്യാപകരുടെ വത്സലപുത്രനായിരുന്നു ഞാൻ. കലാപരിപാടി എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അന്നത്തെ എൻ്റെ പ്രധാന കലാപരിപാടി വലിയ കുട്ടികൾ തട്ടിയിടാതെ എങ്ങനെ ഒഴിഞ്ഞു മാറി നടക്കാമെന്നതിനെക്കുറിച്ച് ഞാൻ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നോട് പറഞ്ഞ് എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞപ്പോൾ എനിക്ക് ടെൻഷനായി. ഞാൻ എന്ത് ചെയ്യാനാണ്? അങ്ങനെ ഞാൻ വീട്ടിൽ പോയി പറഞ്ഞപ്പോൾ ഒരു കഥാപ്രസംഗം റെഡിയാക്കി. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് കഥാപ്രസംഗത്തിനാണ് ശ്രമിക്കുന്നു എന്ന് മനസ്സിലായപ്പോൾ ടീച്ചേഴ്സ് ചാടി വീണു. ഒരു ടേബിൾ കൊണ്ടുവന്ന് വെച്ചു എന്നെ അതിൻ്റെ മുകളിൽ ഇട്ട്. അപ്പോഴാണ് എനിക്ക് ടെൻഷൻ തോന്നിയത്. എനിക്ക് ഓഡിയൻസിനെ എല്ലാവരെയും കാണാൻ പറ്റുന്നുണ്ട്, ഓഡിയൻസിന് എന്നെ കാണാൻ പറ്റുന്നുണ്ട്. എൻ്റെ ചങ്ക് പിടിച്ചു തുടങ്ങി. കോടീശ്വരൻ പരിപാടിയിൽ അമിതാഭ് ബച്ചൻ സാറിന് മുമ്പിലിരിക്കുന്ന ആളുടെ ചങ്ക് പിടിക്കുന്ന പോലെ എൻ്റെ ചങ്കിടിച്ചു. ഞാൻ ധൈര്യം എടുത്തു. കലാസ്നേഹികളായ ഗുരുജനങ്ങളെ, സഹോദരി സഹോദരന്മാരെ, ഇന്ന് ഞാൻ ഈ വേദിയിൽ അവതരിപ്പിക്കുന്ന കഥ എന്ന് പറഞ്ഞതും കഥയുടെ പേര് ഞാൻ മാറ്റി. തൊട്ടടുത്ത് നിന്നാണ് പറഞ്ഞത്, മാറ്റുവിൻ ചട്ടങ്ങളെ പറയാൻ പറഞ്ഞു. എന്തെങ്കിലും ഒന്ന് പെർഫോം ചെയ്യാനുള്ള കഴിവ് എനിക്കുണ്ട്. ഇത് ഞാനിവിടെ ഈ ആനുവലിലേക്ക് പറയാൻ കാര്യം, ജീവിതത്തിൽ ആദ്യമായിട്ട് സ്റ്റേജിൽ വരുന്ന കുട്ടികളാണ്. ഒരുപക്ഷെ അവരെ പ്രോത്സാഹിപ്പിച്ചാൽ അവരിൽ ആരൊക്കെ എങ്ങനെയൊക്കെ ആയിത്തീരുമെന്നൊന്നും പറയാൻ പറ്റില്ല. ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞാൻ ആദ്യമായിട്ട് എന്നെ നിർബന്ധിച്ച് ആ സ്റ്റേജിലേക്ക് കയറ്റി എന്നെ മാറ്റി നിർത്താതെ എന്നെ സ്വീകരിച്ച് ഒരു കലാകാരനെ അജയനും എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ച ആ 4 അധ്യാപകരെ ഞാൻ ഓർത്തു പോവുകയാണ്. അന്ന് അവരത് നിർബന്ധിച്ച് സ്റ്റേജിൽ കയറ്റിയില്ലായിരുന്നെങ്കിൽ പിന്നെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കില്ലായിരുന്നു. അങ്ങനെ എൻ്റെ തുടക്കം തന്നെ അത്തരത്തിലായിരുന്നു. പിന്നീട് അങ്ങോട്ട് സ്കൂൾ യുവജനോത്സവ വേദികളിലൂടെയാണ് കടന്നു വന്നത്. ഒരു 6ാം ക്ലാസ് 5ാം ക്ലാസ്സൊക്കെ ആയ സമയത്താണ് ആദ്യത്തെ സിനിമ ചെയ്യുന്നത്. അതിലെ കഥാപാത്രമാണ് തിരുമേനി പറഞ്ഞ പോലെ പക്വം. പിന്നീട് ആ പേര് വെച്ചിട്ട് ഞാൻ ആ സിനിമ ആ കാലത്ത് ദൂരദർശനിൽ വരികയും എൻ്റെ പേര് അജയ് കുമാർ എന്ന്
പിന്നീട് കുറേ സിനിമകളൊക്കെ ചെയ്തു. അങ്ങനെ സിനിമകൾ ചെയ്ത സമയത്ത് അത്ഭുത ദ്വീപ് എന്ന സിനിമ ചെയ്യുകയും അത് ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടുകയും ചെയ്ത സമയത്ത് ആ സർട്ടിഫിക്കറ്റ് എനിക്ക് ആദ്യമായിട്ട് തരുന്നത് നമ്മളുടെ പ്രിയപ്പെട്ട പ്രിയങ്കരനായ മെഗാസ്റ്റാർ മമ്മൂക്കയാണ്. മമ്മൂക്കയാണ് എന്നെ ആദ്യമായി ഗിന്നസ് പക്രു എന്ന് വിളിച്ചത്. ഈ അടുത്ത് നിങ്ങളെല്ലാവരും കേട്ട് കാണാം, മമ്മൂക്കയെ ആദ്യമായിട്ട് മമ്മൂട്ടി എന്ന് വിളിച്ച ഒരു ശ്രീധരനെ പറ്റി. അദ്ദേഹം കുറേ കാലം ഒളിച്ചു വെച്ചിരുന്നു. ഞാൻ ഒളിച്ചു വെക്കാനൊന്നും പോയില്ല. ഞാൻ എന്തെങ്കിലും പേരിട്ടത് മമ്മൂക്കയെ നേരത്തെ പറഞ്ഞു.